പാകിസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ PCA വലിയ സമ്മർദ്ദത്തിലാണ്. സമ്മർദ്ദത്തിന് കാരണമൊന്നുമില്ല, ഇന്ത്യയോട് ഇനി കളിക്കരുത് എന്നാണ് അവിടെ രൂപപ്പെട്ടു വരുന്ന ചർച്ചകൾ. പാകിസ്ഥാനിൽ രൂപപ്പെട്ടു വരുന്ന ചർച്ചകൾ PCBയോട് ശക്തമായ നിലപാടെടുക്കണമെന്ന് അവിടുത്തെ കളിക്കാർ പറഞ്ഞു തുടങ്ങി. അത് തുടങ്ങി വെച്ചത് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് കീപ്പറും ബാറ്ററൊക്കെ ആയിട്ടുള്ള കമ്രാൻ അക്മലാണ് അത് തുടങ്ങി വെച്ചത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ തലവനും പാകിസ്ഥാൻ മന്ത്രിയുമായ മൊഹസിൻ നഖിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചിരുന്നു. ഇതിനകത്തുള്ളൊരു വലിയ പ്രശ്നം, ഈ പാകിസ്ഥാൻ മന്ത്രി മൊഹസിൻ നഖി പാകിസ്ഥാൻ മന്ത്രിയുമാണ്, ഏഷ്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കൗൺസിലിൻ്റെ തലവനുമാണ്. അപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ തലവനിൽ നിന്ന് വാങ്ങാം, പക്ഷേ പാകിസ്ഥാൻ മന്ത്രിയിൽ നിന്ന് വാങ്ങില്ല. ഇതൊരു വലിയൊരു സംഘർഷം തീർച്ചയായിട്ടും ഉണ്ടായി. ഇതെങ്ങനെയാണ് പരിഹരിക്കുക എന്നറിയില്ല. കാരണം ഒരു വശത്ത് അതേ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ തലവൻ കൂടിയാണല്ലോ. അപ്പോൾ പിന്നെ അതൊരു വലിയ വിഷയമായിട്ടാണ് വന്നത്. എന്തായാലും നഖിയിൽ നിന്ന് ട്രോഫി വാങ്ങാതിരുന്ന ഇന്ത്യൻ നിലപാടിൽ ഉറച്ച മത്സരശേഷമുള്ള സമ്മാന ചടങ്ങ് 45 മിനിറ്റാണ് സമ്മാന ചടങ്ങ് നീണ്ടുപോയത്. അവസാനം നഖി ട്രോഫിയും കൊണ്ട് തിരിച്ചു പോകുന്ന, അദ്ദേഹത്തിൽ നിന്ന് ട്രോഫി വാങ്ങിച്ച് ആളുകൾ തിരിച്ചു കൊണ്ടുപോകുന്ന കഥയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കി. പക്ഷേ അതിന് കാരണമുണ്ട്. ഈ നഖ്വി എന്ന് പറയുന്ന അദ്ദേഹം തലേ ദിവസം സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത പോസ്റ്റുകൾ ഇട്ടു. റാഫേലിൻ്റെ വിമാനത്തിൻ്റെ ചിത്രവും യുദ്ധവിമാനത്തിൻ്റെ ചിത്രവും ഒക്കെ ഇട്ട്, പാകിസ്ഥാൻ താരങ്ങളുടെ ചിത്രമൊക്കെ ഇട്ടിട്ട് വളരെ വലിയ തോതിലാണ് ഇന്ത്യക്കെതിരെ പ്രകോപനമുണ്ടാക്കിയത്. അത് കേട്ടാൽ ഒരു ഓപ്പറേഷൻ സിന്ദൂറാണ് അനുഗുണമായ ഒരു പ്രവർത്തനം, അതിന് പ്രതികാരം തീർക്കൽ ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ചെയ്യണം എന്നുള്ള നിലയിലേക്കുള്ള ഒരു നഖ്വിയുടെ ആഹ്വാനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റുകളിലും പടങ്ങളിലുമെല്ലാം അതിൻ്റെ ഒരു പ്രതിധ്വനി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് വളരെ വലിയ പ്രതിഷേധം ഇന്ത്യ. പിന്നെ മാത്രമല്ല, കളി കഴിഞ്ഞും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്, പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റുകളാണ് വലിയ പ്രതിഷേധമുണ്ടാക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇന്ത്യക്കെതിരെ കളിക്കരുതെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഉടനടി പറയണം. പാകിസ്ഥാൻ ICC എന്ത് നടപടികളെടുക്കും നമുക്ക് കാണാം. ഇതിൽ പരം വേറെ എന്താണ് തെളിവ് വേണ്ടത്? ഇദ്ദേഹം ചോദിക്കുകയാണ്, അത് കമ്രാൻ അക്മൽ ചോദിക്കുകയാണ്. നമുക്ക് BCCIയുടെ ആളാണ് ICCയെ നയിക്കുന്നത്, അദ്ദേഹം എങ്ങനെ നടപടിയെടുക്കുമെന്ന് നമുക്കൊന്ന് കാണണമല്ലോ. മറ്റുള്ള ബോർഡുകൾ ഒരുമിച്ച് നിന്ന് ക്രിക്കറ്റിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടു നിൽക്കലാവില്ലെന്ന് പറയണം. സ്പോർട്സ് ആരുടെയും വീട്ടിൽ വെച്ച് കളിക്കുന്നതല്ല, അത് അവരുമായി കളിക്കുന്നെങ്കിൽ പണം വരാൻ പോകുന്നില്ല എന്നൊക്കെ ഉള്ള വളരെ വിശദമായ കൃത്യമായ വിമർശനങ്ങളാണ് പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കാര്യങ്ങൾ എത്രയും വേറെ നിയന്ത്രിക്കാൻ കഴിയുന്നുവോ അത്രയും നേരത്തെ നിയന്ത്രിച്ചാൽ നല്ലതാണ്. ഓസ്ട്രേലിയക്കാരും ന്യൂസിലൻഡുകാരും ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഈ ടൂർണമെൻറ്റിൽ സംഭവിച്ചതെല്ലാം പരിശോധിക്കപ്പെടണം എന്നൊരു ചർച്ചയും വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടായി. അത് ചർച്ച എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിനും പാകിസ്ഥാൻ ക്രിക്കറ്റിനും ഇടയിൽ വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ BJP ഗവൺമെൻറ്, അവിടെ ഒരു മുസ്ലിം ഗവൺമെൻറ്, സ്വാഭാവികമായിട്ട് അങ്ങനെ മതപരമായ സംഘർഷവും ഒക്കെ മനസ്സിൽ കാണും. പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും മനസ്സിൽ കാണും. അതോടൊപ്പം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് നടന്നിട്ടുള്ള ഇന്ത്യയിലും കാശ്മീരിലും പാകിസ്ഥാനിലും ഒക്കെ നടന്ന ആക്രമണങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കൂടി വന്നപ്പോൾ അതെല്ലാം പ്രതിഫലിച്ചിരിക്കുന്നത് നിർഭാഗ്യവശാൽ ക്രിക്കറ്റിലാണ്. 3 കളിയിലും പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിച്ചു. ഇനി ഇന്ത്യയെ തോൽപ്പിക്കും കൂടെ ചെയ്തെങ്കിൽ ഈ നഖ്വിയൊക്കെ എന്ത് പറയുമായിരുന്നു നമുക്കറിയില്ല. എന്തായാലും നമ്മൾ 3 കളിയിൽ അവരെ തോൽപ്പിച്ചു. ഏഷ്യ കപ്പിൻ്റെ ഫൈനലിൽ നല്ല മാർജിനിലാണ് അവരെ നമ്മൾ തോൽപ്പിച്ചത്. അതിൻ്റെ പ്രതിഷേധവും പ്രതികാരവും ഒക്കെ അവർക്കുണ്ട്. എന്തായാലും ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ്, ഫുട്ബോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വിവാദങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ.